നമസ്കാരം. തലസ്ഥാനത്തെ തകർക്കുന്നവർ നിശബ്ദമായിരുന്നപ്പോൾ, മനഃപൂർവ്വം നിശബ്ദമായിരുന്നപ്പോൾ ഒരു വൻ പ്രോജക്റ്റ് മുംബൈയിലോട്ട് പോയി. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സർക്കാർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ തലസ്ഥാനത്ത് വരേണ്ട ഒരു പ്രൊജക്ട്. രാജ് സുബ്രഹ്മണ്യം അറിയാമോ ആരാണെന്ന്? രാജ് സുബ്രഹ്മണ്യം ഈസ് ദ പ്രസിഡന്റ് ആൻഡ് സിഇഒ ഓഫ് ഫെഡെക്സ് കോർപ്പറേഷൻ, ആൻ MNC കൊറിയർ ഡെലിവറി കമ്പനി. ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ കൊറിയർ കമ്പനിയാണ് അമേരിക്കയിലെ ഫെഡെക്സ്. അതിന്റെ തലവനാണ് മലയാളിയായ തിരുവനന്തപുരത്തുകാരനായ Raj Subramaniam. He has been leading FedEx since June 2022. കഴിഞ്ഞ 4 വർഷമായിട്ട് ഫെഡെക്സിനെ ലീഡ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നതിനകത്ത് ഒരു വരി കൂടെ പറയുന്നുണ്ട് പ്രത്യേകിച്ചും. ഒറിജിനലി ഫ്രം ട്രിവാൻഡ്രം, മടിയുടെ സിംബൽ. ഒറിജിനലി ഫ്രം ട്രിവാൻഡ്രം, ഇന്ത്യ, സുബ്രഹ്മണ്യം ഇസ് എ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഫ്രം IIT മുംബൈ. തുടർന്ന് കൂടുതൽ എഴുതുന്നുണ്ട്. എന്താണ് രാജ് സുബ്രഹ്മണ്യത്തിന്റെ പ്രസക്തി? രാജ് സുബ്രഹ്മണ്യം ആരാന്നറിയാമോ? തിരുവനന്തപുരത്ത്, മാതാപിതാക്കൾ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. മുൻ DGP സുബ്രഹ്മണ്യം സാറിന്റെ മകനാണ്. അപ്പോ ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തെ സുബ്രഹ്മണ്യൻ സാറിനെ വിളിച്ചാലും വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനും തിരുവനന്തപുരത്തുള്ളപ്പോൾ ഒന്ന് വിളിച്ചാൽ വരും. ഒന്ന് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഫെഡെക്സിന്റെ ഒരു സ്ഥാപനം ഇന്ന് തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞേനെ. കാരണം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു, തൊട്ടടുത്ത് വിമാനത്താവളമുണ്ട്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊജക്ട് തുടങ്ങാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇതിനകം തുടങ്ങുമായിരുന്നു. പക്ഷേ സർക്കാരിന്റെ മുഖമുദ്ര എന്താണ്? തലസ്ഥാനത്തെ ചവിട്ടി താഴ്ത്തുക. തലസ്ഥാനത്ത് ഇരിക്കുന്നവർ വഴി ഈ നഗരത്തെ വളർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതിനെ പാതാളത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ലക്ഷണമാണ് അവിടെ പോർട്ടും NH കണക്ട് ചെയ്യുന്ന പാതാളക്കുഴി. അത് തന്നെയാണ് സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരിന് ആ എംബ്ലം, ആനയെ മാറ്റി ആ കുഴി വേണമെങ്കിൽ എടുത്ത് തലയിൽ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ രാജ് സുബ്രഹ്മണ്യം നേതൃത്വം കൊടുക്കുന്ന ഫെഡെക്സുമായിട്ട് സാക്ഷാൽ അദാനി ഗ്രൂപ്പ് കൈകോർത്തു. അദാനി ഗ്രൂപ്പ് അനൗൺസസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഓഫ് ഫെഡെക്സ് 2500+ crore കാർഗോ ഹബ് അറ്റ് നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ പഴയൊരു കഥ കൂടി പറഞ്ഞു പോകാം. ഇത് മനസ്സിലായല്ലോ. ഫെഡെക്സും അദാനി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് 2500 കോടി രൂപയുടെ കാർഗോ ഹബ്ബ് നവി മുംബൈയിലോട്ട് വന്നു. നവി മുംബൈ ഇനി നാളെ എന്തായി തീരുമെന്നുള്ളതിന് ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണം തരാം. ഇവിടെ ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ്, സ്പാനിങ് അപ്രോക്സിമേറ്റ്ലി 3 lakh square feet. ഇവിടെയാണ് സെയിലിംഗ് കമന്ററി നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ തുടർച്ചയായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വക 100-200 ഏക്കർ സ്ഥലം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പുല്ല് വില പോലും നൽകാതെ, പുൽത്തോട്ടം എന്നാണ്, ആ പുൽത്തോട്ടം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ വില പോലും നൽകാതെ എഞ്ചിനീയറിംഗ് കോളേജിനും വലക്കച്ചവടത്തിനും നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പിന് പിള്ളേരെ പഠിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് സ്ഥലം വീതിച്ചു കൊടുത്തു. ഇത് വേറെ എവിടെയൊക്കെ ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിയാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിന് സ്ഥലമുണ്ടോ? അപ്പൊ അതിനുള്ള കണ്ണായ സ്ഥലം തൊട്ടടുത്ത് പെരിമീറ്റർ റോഡ് വഴി അവർക്ക് ഓടിച്ചു പോയി കണക്ട് ചെയ്യാവുന്ന സ്ഥലം ഉണ്ടായിരുന്നിട്ട് അതിനെ മനഃപൂർവ്വം തിരുവനന്തപുരം വിമാനത്താവളത്തെ തകർത്ത് മറ്റ് വിമാനത്താവളങ്ങൾ വളർത്തുക എന്നുള്ള അജണ്ട നടപ്പാക്കുന്നതിലൂടെയാണ് ഈ സ്ഥലം മറ്റാവശ്യങ്ങൾക്ക് കൊടുത്തത്. ഇതിന് ഫെഡെക്സ് പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. സ്പാനിങ് അപ്രോക്സിമേറ്റ്ലി 3 lakh square feet, the state-of-the-art cargo facility will serve as a regional logistics hub connecting India to Southeast Asia, West Asia, Europe and the US. The groundbreaking underscores the growing importance of Navi Mumbai as an emerging aviation and trade hub. ഇവിടെയാണ് നാളെ ട്രിവാൻഡ്രം ഏത് ലെവലിലോട്ടാണ് വളരാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ ഉരസി നോക്കേണ്ടത്. ഇന്ന് തീർച്ചയായിട്ടും മുംബൈ തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. ട്രിവാൻഡ്രം ഇന്ന് 7 അയലത്തില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഡൗൺ ദ ലൈൻ 10-20 years
the whole equilibrium will change. അന്നേരം ജീവിച്ചിരിക്കുന്നവർ കാണുക, തിരുവനന്തപുരവും തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും തമിഴ്നാടും കർണാടകയും ഏത് ലെവലിലോട്ടാണ് വളരുന്നത്. ആ സമയത്ത് അദാനി ഗ്രൂപ്പ് തന്നെ ഇതിന്റെ ബേസ് ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. കാരണം എന്താണ്, രണ്ടും ഒരു മാനേജ്മെന്റ് ആണ്. നവി മുംബൈ വിമാനത്താവളവും ട്രിവാൻഡ്രം വിമാനത്താവളവും ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനി ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇന്ന് അവർ അവിടെ തുടങ്ങിയതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ക്രമേണ അതിന്റെ ബ്രാഞ്ചോ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സോ ആയിട്ട് മാറി ട്രിവാൻഡ്രം വളരും എന്നുള്ളതാണ് നമ്മുടെ അനുഭവവും എക്സ്പീരിയൻസും. ബൈ ഇന്റഗ്രേറ്റിംഗ് ഓട്ടോമേഷൻ ആൻഡ് സ്കെയിൽ, the cargo facility is expected to support export-led growth. കയറ്റുമതിന്റെ എവിടെ നിന്നാണ് കൂടുതൽ നടക്കാൻ പോകുന്നത്? ഇതൊക്കെ കൊണ്ടാണ് ഗേറ്റ് തുറക്കാത്തത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ പൂർണ്ണമായും ട്രിവാൻഡ്രം പോർട്ട് കാണിക്കും എന്നുള്ളിടത്താണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുരുമ്പെടുത്ത താഴുകളിട്ട് അതിനെ പൂട്ടി ഇല്ലാതാക്കി വെച്ചിരിക്കുന്നത്. സപ്പോർട്ട് എക്സ്പോർട്ട്-ലെഡ് ഗ്രോത്ത്, എൻഹാൻസ് ഇന്ത്യസ് ഗ്ലോബൽ ട്രേഡ് കോമ്പറ്റീറ്റീവ്നെസ് 100 തവണ പറയുന്ന കാര്യമാണ്. ആഗോളതലത്തിൽ ആഗോള മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്നുള്ളതിനേക്കാൾ വില കുറച്ച് വിൽക്കാൻ സഹായിക്കുന്നതാണ് TRV. അപ്പൊ അത് തുറക്കാതിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമല്ലേ? ആര് ചെയ്താലും. അതിനെതിരെയുള്ള കലാപം ഇനിയുള്ള ദിവസങ്ങളിൽ നടന്നിരിക്കും, പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ. ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇവിടെ തൊഴിൽ കൊടുക്കണമെന്ന് ആർക്കാണ് താല്പര്യം? ഇവിടെ തെണ്ടിക്കറങ്ങി നടക്കുന്ന പിള്ളേർ അതുപോലെ നശിച്ചു പോയി കൊടി പിടിക്കണം എന്നുള്ളതാണ് ഭരണകൂടങ്ങളുടെ ലക്ഷ്യം. സ്ട്രെങ്തൻ റീജിയണൽ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക്സ്. The initiative marks a decisive step toward building advanced infrastructure that supports India's long-term economic ambitions. Long-term economic ambitions TRV ഇല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിന് നേടാൻ കഴിയില്ല എന്ന് മാത്രമുള്ള ഒറ്റ വരിയോടെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. TRVയുടെ മേന്മ പറയാൻ സഹായിക്കുന്ന ഒരു ട്രക്കത്തോൺ കാസർഗോഡ് നിന്ന് ഫൈസൽ വീണ്ടും അയച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ജപ്പാനിൽ നിന്നൊരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത് കിട്ടുന്നത്. 6/12 കഴിഞ്ഞ വർഷം ഡിസംബർ 6-ാം തീയതി കുഷിറോ, ജപ്പാനിലെ കുഷിറോയിൽ നിന്ന് തിരിച്ചതാണ് കപ്പൽ. ബുസാൻ, സിംഗപ്പൂർ, TRVയിൽ തന്നെ വന്നു. കണ്ടെയ്നർ ഇറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഗേറ്റ് വഴി കടത്തിവിടാൻ പറ്റുന്നില്ല. 6/12/25 കുഷിറോ ജപ്പാനിൽ നിന്ന് തിരിച്ചത്. ബുസാൻ സിംഗപ്പൂർ വഴി 1/2 ഈ ഫെബ്രുവരി മാസം 1-ാം തീയതി TRVയിൽ വരുമ്പോൾ ഇനി കപ്പലിന്റെ പേര് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. MSC ഫിറൻസെ, MSCയുടെ കപ്പലാണ്. MSC ഫിറൻസെ 1/2/26 ഇവിടെ അൺലോഡ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു. ഇവിടെ ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ 2-നോ 3-നോ ഈ കണ്ടെയ്നർ കാസർഗോഡ് എത്തുമായിരുന്നു. അങ്ങനെയാണ് കൊച്ചിയിൽ നിന്ന് കാസർഗോഡ് എത്താൻ ഒരു ദിവസം എടുത്തോളൂ. 18-ാം തീയതി കൊച്ചിയിലെത്തി. ഇവിടെ 1-2 ഇറങ്ങിയത്, പിന്നെ കൊച്ചിയിലെത്തുന്നത് 18-നാണ്. കൊച്ചിയിലെത്തി, കൊച്ചിയിൽ അൺലോഡ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ഒക്കെ ഇറങ്ങുമ്പോൾ 18-ാം തീയതി ഇറങ്ങി. 19-ാം തീയതി ഫൈസൽ കാസർഗോഡ് വെച്ച് ചിത്രമെടുക്കുന്നു. TRVയുടെ ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ 2-ാം തീയതി കണ്ടെയ്നർ പുറത്തിറങ്ങുമായിരുന്നു. കുറഞ്ഞത് 18 ദിവസം ലാഭിക്കാം. അങ്ങനെ ലാഭപ്പെടുത്തരുത്. ഒരു വ്യവസായിക്കും അങ്ങനെ ലാഭമുണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അവരെ കുത്തുവാള എടുത്ത് തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് ഗേറ്റിന്റെ മുതലാളിമാരുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ ഗ്രോത്ത്, ഇന്ത്യയുടെ ലോങ് ടേം അംബീഷൻ പൂർത്തിയാകണമെങ്കിൽ, നടപ്പാക്കണമെങ്കിൽ TRVയുടെ ഗേറ്റ് തുറക്കണം. ആര് പൂട്ടി വെച്ചാലും ഞങ്ങൾ തുറന്നിരിക്കും, അല്പം വൈകിയാണെങ്കിൽ. ഇനി ഇന്നലത്തെ നിർമ്മല ഭവൻ സ്കൂളിന്റെ ആ വിഷ്വൽ, അവരുടെ പ്രവർത്തനം അത് കണ്ടപ്പോൾ സൗദി അറേബ്യയിലിരിക്കുന്ന ഹാഷിഫ്, അദ്ദേഹത്തിന്റെ മനസ്സ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അദ്ദേഹത്തിന്റെ വരി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സാറേ, ഇന്നത്തെ ഞാൻ വീഡിയോ കണ്ടു. വളരെ സന്തോഷമായി. കാരണം വെച്ചാല് എന്താ പറയാ, കത്ത് ക്യാമ്പയിന്, ലെറ്റർ ക്യാമ്പയിന്, അത് സ്കൂൾ തലത്തിൽ തന്നെ നല്ലൊരു തുടക്കം. വളരെ സന്തോഷമായി കണ്ടപ്പോ, മനസ്സ് നിറഞ്ഞു കണ്ടപ്പോ.